എല്ലാവർക്കും നമസ്കാരം. കുൽഗാവ് ബദ്ലാപൂർ മലയാളി സമാജത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി മാസത്തിലെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ. ക്ഷമിക്കണം, കുറച്ച് നാളായിട്ട് നമുക്ക് അപ്ഡേറ്റുകളൊന്നും തരാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കൊരു പരാതിയുണ്ട്, നിങ്ങളെല്ലാവരും ഈ അപ്ഡേറ്റുകളൊന്നും കാണുന്നില്ല കേട്ടോ. എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണ്ടേ. അല്ലാതെ പിന്നെ ചോദിക്കരുത് സമാജം എന്ത് ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഏതായാലും ഞാൻ മുഷിപ്പിക്കില്ല, ദയവേത് വീഡിയോ മുഴുവൻ കാണുക. പിന്നെ പെട്ടെന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഏതായാലും നമ്മളെല്ലാ വീഡിയോയും തുടങ്ങുന്ന പോലെ തന്നെ നമ്മൾ വിട്ടുപോയ ആൾക്കാരെ നമ്മൾ ആദ്യം ഓർമ്മിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ സമാജത്തിൻ്റെ അംഗങ്ങളിൽ നമ്മുടെ ലൈഫ് മെമ്പറായിരുന്ന ഉദയവർമ്മൻ ചേട്ടൻ, പിന്നെ മെമ്പർ അല്ലെങ്കിലും രാധാ സോമൻ ചേട്ടൻ്റെ ഭാര്യ, പിന്നെ രാധാകൃഷ്ണൻ അയ്യരുടെ ഭാര്യയുടെ പിതാവ് PS രാമനാഥൻ, പിന്നെ നമ്മുടെ ട്രഷറർ സുഭാഷ് ചേട്ടൻ്റെ സഹോദരൻ സുധാകരൻ നായർ, പിന്നെ വെസ്റ്റിൽ താമസിച്ചിരുന്ന ഒരു അഞ്ജന സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ചേച്ചി, സമാജം ലൈഫ് മെമ്പർ വിനോദ് രാജേന്ദ്രൻ്റെ അച്ഛൻ രാജേന്ദ്രൻ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട VS അങ്കിള്. ഇത്രയും പേരാണ് സമാജത്തിൻ്റെ അംഗങ്ങളായിരുന്നവരിൽ നിന്ന് അവരും ബന്ധുക്കളുമായിട്ടുള്ളവരിൽ നിന്ന് മരിച്ചു പോയത്. പിന്നെ ചില പ്രശസ്ത വ്യക്തിത്വങ്ങൾ നമ്മളെ വിട്ടു പിരിഞ്ഞു. ഈ ഒരു കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷമുള്ള കാലയളവിൽ കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ, പ്രശസ്ത സിനിമാ നടൻ ധർമ്മേന്ദ്ര, മലയാളം സിനിമാ താരം ശ്രീനിവാസൻ, കഴിഞ്ഞ ദിവസം മരിച്ച അജിത് പവാർ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ CJ റോയ്, സംഗീത സംവിധായകൻ SP വെങ്കടേഷ്. ഇത്രയും പേരാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ റിപ്പോർട്ടിലേക്ക് കടക്കാം. അതായത് കഴിഞ്ഞ 4-5 മാസത്തെ റിപ്പോർട്ടുകളാണ്. നമ്മൾ അപ്ഡേറ്റ് ഇടുന്നില്ല ഇരുന്നെങ്കിലും നമ്മൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിരവധി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ഏതായാലും അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് പറഞ്ഞു. ഏകദേശം 10-16 കാര്യങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ചെയ്തതെന്ന്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ നമ്മൾ മലയാളം മിഷൻ്റെ പ്രവേശനോത്സവം നടത്തി. അത് കല്യാൺ മുതൽ ഇങ്ങോട്ടുള്ള സമാജങ്ങളൊക്കെ സംയുക്തമായിട്ടായിരുന്നു അമ്പർനാഥിൽ വെച്ച് നടത്തിയത്. പക്ഷേ എന്നിരുന്നാലും നമ്മളിവിടെ ആ കുട്ടികളെ പ്രത്യേക ഒരു സ്വാഗതം ചെയ്യുന്ന പരിപാടി പ്രവേശനോത്സവം പോലെ തന്നെ ഭംഗിയായി നമ്മൾ നടത്തി. അത് സെപ്റ്റംബറിലായിരുന്നു. പിന്നെ സെപ്റ്റംബറിൽ നമ്മൾ നേടിയ മറ്റൊരു കാര്യം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് 500 തികച്ചു എന്നുള്ളതാണ്. 500 മെമ്പർമാർ. ഇപ്പോൾ അത് 550 കഴിഞ്ഞ് 560 ഇവിടെ അടുത്തു. ഒരു വർഷത്തിനുള്ളിൽ നമുക്കിത് 1000 ടച്ച് ചെയ്യിപ്പിക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാ സഹായം വേണം. പിന്നെ നമ്മുടെ ഓണം സെലിബ്രേഷൻ സെപ്റ്റംബർ 28 വളരെ ഭംഗിയായി നടന്നു. ഒരു വ്യത്യസ്ത രീതിയിലായിരുന്നു നമ്മൾ ഇപ്രാവശ്യം ഓണാഘോഷം നടത്തിയത്. നമ്മൾ 6 കുടുംബ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കലാ മത്സരങ്ങളായിരുന്നു ഇപ്രാവശ്യം നടത്തിയത് ഓണസദ്യയോടൊപ്പം തന്നെ. അപ്പോൾ ആ മത്സരങ്ങളിൽ ഏകദേശം 60ഓളം ആൾക്കാർ പങ്കെടുത്തു. നല്ല വാശിയേറിയ മത്സരങ്ങൾ നടന്നു. അവസാനം കുൽഗാവ് കരുവായി ഫാമിലി ഗ്രൂപ്പാണ് അതിൽ വിജയിച്ചത്. അവർക്ക് അഭിനന്ദനങ്ങൾ. അതുകൂടാതെ ഓണസദ്യയിലും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. ഏകദേശം 400-450 പേരുടെ ആൾക്കാർ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ഏകദേശമുള്ള ഒരു കണക്ക്. അതാണ് ഓണാഘോഷത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസ് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് നോർക്ക കാർഡ് എടുത്തു കൊടുക്കുന്ന ക്യാമ്പ് നമ്മൾ 3-4 പ്രാവശ്യമായിട്ട് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 130ഓളം പേർക്ക് കാർഡ് എടുക്കാനും 10-20ഓളം പേർക്ക് ഇൻഷുറൻസ് എടുക്കാനും നമ്മൾ സഹായിച്ചു. അതുകൂടാതെ കാർഡ് എടുത്ത് നമ്മൾ മുഖാന്തരം അല്ലാതെ ഇൻഷുറൻസ് എടുത്തവരും കൂടി ഒരു 10-30 പേരെങ്കിലും ഇൻഷുറൻസും ഈ ഒരു ഇതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചെയ്തത്, നവംബർ 3-ാം തീയതി ബദ്ലാപൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു മാനസിക നില തെറ്റിയ ഒരു മലയാളി യുവാവിനെ, 25 വയസ്സുള്ള ഒരു മലയാളി യുവാവിനെ ഒരു ചേച്ചി കണ്ട് നമ്മളെ വിവരം അറിയിക്കുകയും ആ യുവാവിനെ നമ്മൾ സെൻറ്റ് ക്ലാരറ്റ് ആശ്രമത്തിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സേവന പ്രവർത്തനം ചെയ്യാൻ നമ്മുടെ സോഷ്യൽ ആക്ഷൻ ഫോഴ്സിന് സാധിച്ചു. വളണ്ടിയർമാരായ ജോൺ സാമുവൽ ചേട്ടനും ഞാനും ചേർന്നാണ് അവനെ നമ്മൾ സെൻറ്റ് ക്ലാരറ്റ് ആശ്രമത്തിൽ എത്തിച്ചത്.
പിന്നെ മലയാളം മിഷൻ്റെ ടീച്ചർമാരുടെ ക്ലസ്റ്റർ മീറ്റിൽ നമ്മൾ പങ്കെടുത്തു. നമ്മുടെ പഠന കേന്ദ്രങ്ങളിൽ നിന്നും 3 ടീച്ചർമാർ ആ യോഗത്തിൽ പങ്കെടുത്തു. ടീച്ചേഴ്സ് ട്രെയിനിങ് ആണത് ബേസിക്കലി. പിന്നെ നമ്മുടെ മുനിസിപ്പൽ ഇലക്ഷനോട് സംബന്ധിച്ച് നമ്മൾ അയ്യപ്പ സേവാ സംഘവുമായി സംയുക്തമായി മീറ്റ് ദ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടത്തി. അപ്പോൾ ഇവിടെ മത്സരിക്കുന്ന 2 പ്രധാന രാഷ്ട്രീയ കക്ഷികളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നമുക്ക് കാണാനും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്കുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുന്നോട്ട് വയ്ക്കാനുമുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഇനം ആവശ്യങ്ങൾ നമുക്ക് അവരുടെ മുന്നിൽ ഉന്നയിക്കാൻ പറ്റി. പിന്നെ നമ്മൾ ചെയ്തത് സോഷ്യൽ ആക്ഷൻ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കുറച്ച് വളണ്ടിയർമാർ ഈ വിനീതിനെ കൊണ്ടാക്കിയ ആ യുവാവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ യുവാവിനെ കൊണ്ടാക്കിയ ആശ്രമത്തിലേക്ക് പോവുകയും ഏകദേശം ഒരു 10-15,000 രൂപയുടെ സാധന സാമഗ്രികൾ നമ്മളവിടെ സ്പോൺസർ ചെയ്യുകയുണ്ടായി. പിന്നെ സ്ത്രീശക്തിയുടെ കാറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാറ്ററിങ്ങിൻ്റെ ഇതുമായി സഹകരിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കി. പക്ഷേ അത് അവിടെ തന്നെ നിൽക്കുന്നു, നമുക്കിനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ മലയാള ഭാഷാ പ്രചാരണ സംഘം എല്ലാ വർഷവും ഒരു മലയാളോത്സവം നടത്താറുണ്ട്. നാട്ടിലെ യുവജനോത്സവം നടത്തുന്ന അതേ രീതിയിലാണ് ഈ മലയാളോത്സവം നടക്കാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബദ്ലാപൂർ ഇപ്രാവശ്യം ആദ്യമായിട്ട് പാർട്ടിസിപ്പേഷൻ കുറച്ച് നന്നായി എന്ന് പറയാനാവില്ലെങ്കിലും ചിത്രരചനാ മത്സരം നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ബദ്ലാപൂറിൽ നടത്താൻ സാധിച്ചു. അതിന് നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. നമ്മുടെ ബദ്ലാപൂറിലെ നമ്മുടെ ജയ കാടൂട്ടി ചേച്ചിയുടെ കൊച്ചുമകൾ ഋഷിരത്നയ്ക്ക് ഡ്രോയിങ്ങിലും അതുപോലെ നാടോടി നൃത്തത്തിലും സമ്മാനം ലഭിച്ചു. പിന്നെ നമ്മൾ യൂത്ത് വിങ് രൂപീകരിക്കേണ്ടതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 10-30 യുവാക്കളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പ്രാരംഭ പ്രവർത്തനത്തിൽ മാത്രമേ എത്തിയുള്ളൂ, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം അതിന് മുന്നിലത്തെ വർഷവും ചെയ്ത പോലെ നമ്മൾ മലയാളം കലണ്ടർ അച്ചടിച്ച് എല്ലാ വീടുകളിലും എത്തിച്ചു. ഈ കലണ്ടറിന് പ്രത്യേകതയുണ്ട്. നാട്ടിലെ അവധി ദിവസങ്ങളും മഹാരാഷ്ട്രയിലെ അവധി ദിവസങ്ങളും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള, ബോംബെയിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ഒരു കലണ്ടറാണ് ഈ കലണ്ടർ. പിന്നെ നടന്നത് നമ്മുടെ ആനുവൽ ഫംഗ്ഷൻ ആയിരുന്നു. ആനുവൽ ഫംഗ്ഷൻ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് നടത്താൻ സാധിച്ചു എന്നാണ് വിശ്വാസം. 34ഓളം പരിപാടികൾ ഉണ്ടായിരുന്നു. സ്ത്രീശക്തിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. ഏതായാലും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് നമ്മൾ പരിഗണിച്ച് അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ ഭംഗിയാക്കും എന്ന് ഉറപ്പ് തരുന്നു. അപ്പോൾ സ്ത്രീശക്തി ആദ്യമായിട്ട് സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്ത ഒരു വലിയ കാറ്ററിംഗ് ആയിരുന്നു ആനുവൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. മറ്റ് പുറത്തുനിന്നുള്ള പാചകക്കാരൊന്നും ഇല്ലാതെ നമ്മുടെ തന്നെ സ്ത്രീകൾ, നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ചേർന്ന് നമുക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തന്ന ആദ്യത്തെ ഒരു സംരംഭമായി നമ്മുടെ ആനുവൽ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ റിപ്പബ്ലിക് ഡേക്ക് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ കൊടി ഉയർത്തി റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു. പിന്നെ അപ്പം അവസാനത്തെ കാര്യം, നമ്മുടെ വെസ്റ്റ് മലയാളം ക്ലാസ്സിലെ ഒരു പഠന കേന്ദ്ര കമ്മിറ്റി നിലവിൽ വന്നു. അതുപോലെ ഈസ്റ്റിലും നിലവിൽ വരാൻ ബാക്കിയുണ്ട്, അതുടനെ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ സമാജം ഇമ്പാക്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഡോംബിവലിയിലുള്ള നമ്മുടെ ഇവിടുത്തെ ഒരു മലയാളി കുടുംബത്തിൻ്റെ ഫാമിലി ഫ്രണ്ടിന് ഒരു ഹൗസ് ഹെൽപ്പിന് ആവശ്യമായി വന്നു. അത് നമ്മളെ സമീപിച്ചപ്പോൾ നമ്മളെ മുഖാന്തരം ഒരു മെസ്സേജിലൂടെ അവർക്ക് ഒരു ഹെൽപ്പിനെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതായത് ഡോംബിവലിയിലുള്ള ഒരു മലയാളി സഹായിക്കാൻ ബദ്ലാപൂർ സമാജത്തിന് പറ്റിയെന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അത് മുഖാന്തരം ഇതുപോലെയുള്ള ആക്ടിവിറ്റി, അത് ഹൗസ് മെയ്ഡിനെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ സഹായിക്കാൻ തീർച്ചയായും നമുക്ക് പറ്റും. പിന്നെ വേറൊരു ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെൻറ്റ് ക്ലാരറ്റ് ആശ്രമത്തിൽ കൊണ്ടാക്കിയ ആ യുവാവിൻ്റെ രക്ഷിതാക്കളെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. കോഴിക്കോടിലെ പോലീസുമായി സഹകരിച്ച് അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചു. ഇനി ഉടനെ തന്നെ അവനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് മെമ്പറായ കെ പീതാംബരൻ ചേട്ടൻ ഈ ആശ്രമത്തിൽ പോയി 10-12,000 രൂപയുടെ സാധന സാമഗ്രികൾ ഡൊണേറ്റ് ചെയ്യുകയുണ്ടായി. അതും നമുക്ക് നമ്മുടെ ഒരു സാഫ് മെമ്പർ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓണാഘോഷത്തിൻ്റെ സമയത്ത് നമ്മുടെ ഗസ്റ്റായി വന്ന ശ്രീ കിഷൻ കത്തോറെ, നമ്മുടെ സ്ഥലം MLA, അദ്ദേഹം നമുക്ക് കേരള ഭവന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാം എന്നുള്ളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയുണ്ടായിരുന്നു.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രപ്പോസൽ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അകത്ത് നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും നമ്മളത് പെർസ്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു ഹോളോ ഒരു ഓഡിറ്റോറിയോ എന്താ കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് ട്രൈ നോക്കാം. പിന്നെ ഇപ്രാവശ്യം തീരുമാനങ്ങളാണ് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമാജത്തിൽ പണ്ടേ മെമ്പർഷിപ്പ് എടുത്ത് പക്ഷേ കുറേ വർഷങ്ങളായി സമാജമായിട്ട് അതായത് പരിപാടികളിലൊക്കെ വരുമെങ്കിലും നമുക്കൊരു ആ ഒരു ഡ്യൂസ് അതായത് വെൽഫെയർ ഫണ്ട് ആയാലും സബ്സ്ക്രിപ്ഷൻ ആയാലും ഒരുപാട് പെൻഡിങ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ഓഫർ നിലവിലുണ്ട്. അതായത് ഇപ്പോഴത്തെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസായ 2200 രൂപ അടച്ച് ഇതുവരെയുള്ള ഡ്യൂസ് വെയ്വ് ഓഫ് ചെയ്ത് അവരുടെ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ആക്കാന്നുള്ളൊരു ഓഫർ ഉണ്ട്. അത് അടുത്ത AGM കൂടെ സ്റ്റോപ്പ് ആകും. പക്ഷെ നമ്മളിതൊരു മാർച്ച് ഈ ഫൈനാൻഷ്യൽ ഇയറോടുകൂടി ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർച്ച് 31-നുള്ളിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് ഈ 2200 രൂപ അടച്ച് അവരുടെ മെമ്പർഷിപ്പ് പുതുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും നമ്മളിലെ അംഗങ്ങൾ നിങ്ങളെ സമീപിക്കും. അപ്പോൾ ദയവ് ചെയ്ത് സഹകരിക്കുക. ഇനി താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ടും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ തീരുമാനിച്ചത് ഇപ്പോൾ പരീക്ഷാ തിരക്കായതുകൊണ്ടാണ് യൂത്ത് വിങ്ങിൻ്റെയും സ്പോർട്സ് ഡേയുടെയും കാര്യം നമ്മൾ മുന്നോട്ട് നീക്കാഞ്ഞത്. അപ്പോൾ പരീക്ഷാ സീസൺ കഴിഞ്ഞ ഉടനെ നമ്മൾ ആ യൂത്ത് വിങ് വീണ്ടും റീകൺവീൻ ചെയ്ത് അതിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു സ്പോർട്സ് ഡേ ഇനി എല്ലാ വർഷവും മുടങ്ങാതെ നടത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. പിന്നെ അതുപോലെ സമാജം ഓൾറെഡി എടുത്തിരുന്ന ഇനീഷ്യേറ്റീവുകൾ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ സോഷ്യൽ ആക്ഷൻ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മാസം ഒരു ആക്ടിവിറ്റി എങ്കിലും അതെന്തെങ്കിലും ഒരു സേവന പ്രവൃത്തി നമ്മൾ നടത്തണം. അതുപോലെ നമുക്ക് പാടാം സംഗമങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം നടത്തിയിട്ടുള്ളൂ, അത് ഇനിയും നടത്തണം. പിന്നെ കുടുംബ സംഗമങ്ങളും നമ്മൾ എല്ലാ കുടുംബങ്ങളുടെയും ഒരു സംഗമം മാത്രമേ നടത്തിയുള്ളൂ, ഇനി അത് വീണ്ടും നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ മറാഠി ക്ലാസ് തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, തുടങ്ങാൻ സാധിച്ചിട്ടില്ല, അതും തുടങ്ങണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അതുപോലെ സമാജത്തിൻ്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ID-യും തുടങ്ങണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സമാജം ഓഫീസ് ഇരിക്കുന്ന ബിൽഡിങ് റീഡെവലപ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 മാസത്തിനുള്ളിൽ നമുക്ക് ഓഫീസ് കാലിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ബദ്ലാപൂരിൽ എവിടെയെങ്കിലും പരിസര പ്രദേശങ്ങളിൽ അടക്കം എവിടെയെങ്കിലും ചെറിയ പൈസക്ക് നമുക്കൊരു ഓഫീസ് കിട്ടുവാണെങ്കിൽ വളരെ നന്നായിരുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു പ്രിമൈസസിനെ കുറിച്ച് അറിയെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ അറിയിക്കുക, വലിയൊരു സഹായമായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കേരളീയ കേന്ദ്ര സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി സമാജങ്ങളുടെ ഒരു അപ്പെക്സ് ബോഡിയാണ്. അതായത് നമ്മുടെ ഈ സമാജത്തിൻ്റെ കമ്മിറ്റിയിലുള്ളവരൊക്കെയാണ് അവിടെ മെമ്പർമാർ. അപ്പോൾ ആ സംഘടനയുടെ നേതൃത്വത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ബെനോവലൻ ഫണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി ഒരു നാടകോത്സവം, നാട്ടിൽ നിന്ന് വരുന്ന കൂക്കു എന്ന് പറയുന്ന ഒരു പ്രശസ്ത നാടകമാണ്. ആ നാടകം കല്യാണിൽ വെച്ച് മാർച്ച് 28-ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം നമ്മൾ പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് കല്യാണുള്ള കൈമൾ എന്ന് പറയുന്ന ഒരു നാടകം കലാകാരന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമായി ദുരിതം അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന് കുറേ സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. നമ്മളൊരു നാടകം നടത്തി അതിൽ നിന്നുള്ള പൈസ കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുകയും എന്തെങ്കിലും മിച്ചം വരികയാണെങ്കിൽ ആ മിച്ചം വരുന്ന ഫണ്ട് ഒരു ബെനവലൻ ഫണ്ടായി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് KKS ഈ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വേറെ ഡൊണേഷനൊന്നുമില്ല, ആ നാടകം കാണുക എന്നുള്ളതാണ്. ആ നാടകത്തിൻ്റെ ടിക്കറ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ സഹായമായിരിക്കും. അപ്പം നിങ്ങളിൽ നാടകത്തോട് താല്പര്യമുള്ളവരും അതുപോലെ ഇതുപോലെയുള്ള ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമുള്ളവരും നമ്മളെ സമീപിക്കുക. അതിൻ്റെ ടിക്കറ്റ് നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അപ്ഡേറ്റിൽ പറയാനുള്ളത്. വലിയ ലിസ്റ്റായിരുന്നു, ഞാൻ വളരെ ചുരുക്കി വളരെ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളെ മുഷിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ദയവേത് നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഗ്രൂപ്പിൽ 560 പേരുണ്ട്, പക്ഷേ നമ്മുടെ ചാനലിന് അത്രയൊന്നും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. നിങ്ങൾ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വല്ലതും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടും അതിൻ്റെ അകത്ത് പറയാം. കുറ്റപ്പെടുത്തുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാ ഫീഡ്ബാക്കും നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം. നന്ദി.